മുൻ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തകർക്കെതിരായ കേസ് അട്ടിമറിക്കാൻ ADGP MR അജിത് കുമാർ ഗുരുതരമായ ചട്ടലംഘനം നടത്തിയെന്ന DGPയുടെ റിപ്പോർട്ട്. സ്വന്തം ഓഫീസ് ജീവനക്കാരെ ദുരുപയോഗം ചെയ്തതിനൊപ്പം കേസ് ഡയറി അട്ടിമറിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നാണ് കണ്ടെത്തൽ. അജിത് കുമാറിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയ വിശദമായ സസ്പെൻഷൻ ഉത്തരവാണ് സർക്കാർ പുറത്തിറക്കിയത്. അതേസമയം തനിക്കെതിരായ നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ചോദ്യം ചെയ്യാനാണ് അജിത് കുമാറിന്റെ നീക്കം. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, ഈ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ അതിൽ എന്ത് പിഴവുകളാണ് സംഭവിച്ചിട്ടുള്ളത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ എന്ന് വിവരിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ സസ്പെൻഷൻ ഉത്തരവിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സസ്പെൻഷൻ ഉത്തരവ്. നേരത്തെ നമ്മൾ അക്കാര്യം സൂചിപ്പിച്ചതാണ്. ഒരു കുറ്റപത്രത്തിൻ്റെ സ്വഭാവത്തിൽ ആണ് ഈ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്തൊക്കെ ഗുരുതരമായ തെറ്റുകൾ അജിത് കുമാറിന് സംഭവിച്ചു എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ നിലയിൽ ഒരു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഈ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടുതൽ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ്. സാധാരണ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് എന്താണ് പിഴവ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി ഉത്തരവുകൾ ഇറങ്ങാറുണ്ട്. ഒരു ADGPയെ സസ്പെൻഡ് ചെയ്യുമ്പോൾ കാര്യകാരണ സഹിതം ഈ ഉത്തരവിൽ വിശദീകരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഔദ്യോഗിക കൃത്യനിർവഹണം അതിൽ വീഴ്ച വരുത്തിയെന്നത് തന്നെയാണ്. കേസ് ഡയറി തിരുത്താൻ ശ്രമിച്ചു, ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു തുടങ്ങി ഈ മർദ്ദന കേസുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിൻ്റെ വഴിവിട്ട ഇടപെടലുകൾ, ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് അടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ സാധൂകരിക്കുന്ന തരത്തിലാണ് ഈ SITയുടെ റിപ്പോർട്ട് DGP കിട്ടുന്നത്. DGP അത് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുന്നതിന് മുൻപ് തന്നെ ചില ക്ലാരിറ്റിക്ക് വേണ്ടി വീണ്ടും SITക്ക് കൈമാറിയിരുന്നു. അതിനുശേഷമാണ് വലിയൊരു വിവാദ സംഭവമായതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അജിത് കുമാറിൻ്റെ പ്രധാനപ്പെട്ട വാദം ഈ സംഭവം നടക്കുമ്പോൾ താൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, വയനാട്ടിലായിരുന്നു എന്ന ഒരു വിശദീകരണമാണ് അജിത് കുമാർ നൽകിയത്. പക്ഷേ അജിത് കുമാർ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടാൻ സാധിച്ചില്ല എന്ന് കരുതുക വയ്യ. അദ്ദേഹത്തിൻ്റെ പദവി ദുരുപയോഗം ചെയ്തു. ഇതിലെ ഉദ്യോഗസ്ഥരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പലപ്പോഴായി ഈ കേസിൽ ഇടപെടുകയും കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തുകയും മൊഴികളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ തന്നെ താല്പര്യപ്രകാരമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കാൻ, ആദ്യത്തെ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ അത് ശരിവെക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പുറത്തു വന്നിരിക്കുന്നത്. അതുതന്നെയാണ് സസ്പെൻഷൻ ഓർഡറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും. അഭിലാഷ്, ഇങ്ങനെ ഒരു സസ്പെൻഷൻ നടക്കുമ്പോൾ തീർച്ചയായും അജിത് കുമാറിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം കരിയറിൽ സംഭവിക്കുന്നുണ്ട്. DGPയായി അദ്ദേഹം സ്ഥാനക്കയറ്റം കാത്തിരിക്കുകയാണ്. നിതിൻ അഗർവാൾ ഈ മാസം അവസാനം വിരമിക്കുന്നുണ്ട്. ആ പദവിയിലേക്ക്, ആ ഒഴിയുന്ന DGP തസ്തികയിലേക്ക് വരേണ്ട ഉദ്യോഗസ്ഥനായിരുന്നു അജിത് കുമാർ. അവിടേക്ക് ശ്രീജിത്ത് ഒരുപക്ഷെ വന്നേക്കുമെന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ അവിടെ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. ഒരുപക്ഷെ ശ്രീജിത്തിനെ ഇപ്പോൾ DGP ആക്കിയാലും പിന്നീട് അജിത് കുമാർ ഈ കേസിൽ നിന്ന് ഒഴിവായി, സസ്പെൻഷൻ ഒഴിവായി വരുമ്പോൾ DGP പദവി നൽകേണ്ടതുണ്ട്. ആ സമയത്ത് ശ്രീജിത്തിനെ വീണ്ടും ADGPയായി മാറ്റി നിയമിക്കേണ്ടി വരും. അങ്ങനെ ഒരു നിയമപ്രശ്നത്തിലേക്ക് പോകാതെ ഈ തസ്തിക ഒഴിച്ചിടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. അജിത് കുമാറിന് മുന്നിലുള്ള വഴി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുക എന്നതാണ്. പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. നേരത്തെ ഹെൽത്ത് ഡയറക്ടർ റീനയെ ഇങ്ങനെ സർക്കാർ സ്ഥലം മാറ്റിയപ്പോൾ അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും അവിടെ നിന്ന് അനുകൂല വിധി വാങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെതിരെ ഹൈക്കോടതിയെ സർക്കാർ സമീപിക്കുകയും പിന്നീട് റീനയെ മാറ്റിക്കൊണ്ടുള്ള ആ ഉത്തരവ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ തീരുമാനം നടപ്പാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അജിത് കുമാറിന് കോടതി കയറി ഇറങ്ങി നടക്കാനുള്ള ഒരു താല്പര്യമുണ്ടാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുമ്പോൾ. പക്ഷേ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് അജിത് കുമാറിനുള്ള ഏക വഴി അതുമാത്രമാണ്. അദ്ദേഹത്തിന് അവസരം നഷ്ടപ്പെടാതിരിക്കാനുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ DGPയായി തിരികെ വരാനുള്ള ഒരു അവസരമായി അദ്ദേഹത്തിന് മുന്നിൽ അവശേഷിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുക എന്നതാണ്. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ കൂടിയുണ്ട് അഭിലാഷ്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ തന്നെ ഗവൺമെൻറ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് SFIക്കാരി ഈ പട്ടികയിൽ ഉൾപ്പെട്ടു. അതുകൊണ്ട് അവരെ ഒഴിവാക്കണമെന്ന് KSUവിൻ്റെ വാദമുണ്ടായിരുന്നു, ആവശ്യമുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയും KSUവും തർക്കത്തിലേർപ്പെടുന്ന നിലയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് KSU സംസ്ഥാന അധ്യക്ഷനെ മുഖ്യമന്ത്രി കണ്ടിരുന്നെങ്കിൽ പോലും ആ ആവശ്യം അംഗീകരിച്ചില്ല. SFIയിൽ ഉൾപ്പെട്ട ആ വനിതയെ കൂടി ചേർത്തുകൊണ്ട് തന്നെയാണ് പ്ലീഡർമാരുടെ പട്ടിക അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അവിടെയാണ് മറ്റൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊരു സൂചന
പുറത്തു വന്നത് അവിടെ KC വേണുഗോപാൽ എടുത്ത നിലപാടിനെ കുറിച്ചാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഈ മർദ്ദനത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ, അത് അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കർശന നടപടി വേണമെന്ന് KC വേണുഗോപാൽ ഒരു നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ തർക്കത്തിലേക്ക് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി വലിയൊരു തർക്കത്തിലേക്ക് മുഖ്യമന്ത്രി പോകാൻ ആഗ്രഹിച്ചതുമില്ല. ഈ സസ്പെൻഷൻ ഓർഡർ അത് വെച്ച് താമസിപ്പിച്ചു, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ കാലതാമസം വരുത്തിയെന്ന് വലിയ തോതിൽ ഒരു വശത്തു നിന്ന് ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിലാകുന്ന നിലയിലേക്ക് ചർച്ചകൾ വഴിമാറിയിരുന്നു. അവിടെയാണ് KC വേണുഗോപാലിന് കീഴിലേക്ക് ഈ യുവജന സംഘടനകൾ കൂടുതൽ അണിനിരക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയത്. അവിടെ ഇതാ പെട്ടെന്ന് തന്നെ സസ്പെൻഷൻ ഓർഡർ പുറത്തു വന്നിരിക്കുന്നു. MR അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത അടഞ്ഞിരിക്കുന്നു. അഭിലാഷ്, തീർച്ചയായും അവിടെ സൂചിപ്പിക്കുന്ന പോലെ അതിൻ്റെ ഒരു രാഷ്ട്രീയം ആണ് പ്രധാനമായും വിനോദ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. പക്ഷേ വിനോദ് ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സർക്കാർ വലിയ വിമർശനം ഏറ്റുവാങ്ങിയ ഒന്നായിരുന്നു ആ രക്ഷാപ്രവർത്തനം എന്ന് നമുക്കറിയാം. അവിടെ ആ രക്ഷാപ്രവർത്തനത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചോ അല്ലെങ്കിൽ ഗൂഢാലോചന നടന്നോ അതെല്ലാം പരിശോധിച്ച് അതിൽ അട്ടിമറി എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ പശ്ചാത്തലം. അവിടെയും DGP നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലാണ് ADGPയുടെ ഭാഗത്ത് നിന്ന് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ചില ഡിജിറ്റൽ തെളിവുകളടക്കം, അതായത് താൻ പറഞ്ഞ രീതിയിൽ തന്നെ കേസ് അവസാനിപ്പിക്കണം എന്ന് കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശമടക്കം നൽകി ADGP എന്നതിൻ്റെ തെളിവുകളടക്കം ശേഖരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണല്ലോ. ഇവിടെ ട്രൈബ്യൂണലിനെ സമീപിച്ചാൽ പോലും അത്ര എളുപ്പമാകില്ല ഒരു പക്ഷേ നിരപരാധിയെങ്കിൽ അത് തെളിയിക്കുക എന്നുള്ളത് എന്നല്ലേ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടതായി വരുന്നത് ഈ ഒരു സസ്പെൻഷൻ ഉത്തരവിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ. അഭിലാഷ്, തീർച്ചയായും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഈ രണ്ടാമത്തെ SIT-യിൽ അതിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ ആദ്യ കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. അതിലെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അതായത് തങ്ങൾക്ക് മേൽ അത്രമാത്രം സമ്മർദ്ദമുണ്ടായിരുന്നു, അജിത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ തരത്തിലുള്ള സമ്മർദ്ദം ആദ്യത്തെ സംഘത്തിലെ ഉദ്യോഗസ്ഥർ നേരിട്ടിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് DGPക്ക് ഈ രണ്ടാമത്തെ റിപ്പോർട്ട് പോകുന്നത്. മാത്രമല്ല അജിത് കുമാറിനെ സംബന്ധിച്ച് ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന നിലയിലേക്ക് അജിത് കുമാറിൻ്റെ സമീപനങ്ങൾ പലപ്പോഴും പോയിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. കാരണം തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടെ ഈ മർദ്ദനം മാത്രമല്ല, പലപ്പോഴും RSS നേതാക്കൾ, ദത്താത്രേയ ഉൾപ്പെടെയുള്ള നേതാക്കളെ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പേരിൽ വലിയ വിവാദമുണ്ടാകുന്നു. അവിടെ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതിൻ്റെ പേരിൽ മറ്റാരുമല്ല CPI ആണ്, LDF-ലെ ഒരു ഘടകകക്ഷിയാണ് അജിത് കുമാറിനെതിരെ രംഗത്ത് വരുന്നത്. അജിത് കുമാറിനെ മാറ്റണം എന്ന ആവശ്യം, ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ ഒഴിവാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് CPI ആണ്. ആ തരത്തിൽ ഭരണകക്ഷിക്കകത്തു നിന്ന് തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോഴും ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിനേക്കാൾ ആവേശത്തിൽ സർക്കാരിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ അജിത് കുമാർ ചാടിപ്പുറപ്പെട്ടു എന്നതാണ്. മറ്റൊന്ന്, പോലീസ് സേനയിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, കാലത്തിൻ്റെ കാവ്യനീതി എന്നത്. നമുക്കറിയാം എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസ്, അതിലെ പ്രതിയെ മഹാരാഷ്ട്രയിൽ നിന്ന് പിടികൂടിക്കൊണ്ടുവരുമ്പോൾ അന്ന് IG ആയിരുന്ന P. വിജയൻ ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി എന്ന ഒരൊറ്റ കാര്യം പറഞ്ഞാണ് വിജയനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടി അജിത് കുമാർ അന്ന് റിപ്പോർട്ട് നൽകുന്നത്. അന്ന് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിജയനെ സസ്പെൻഡ് ചെയ്യുന്നു. സാധാരണ നിലയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ അതിൽ വലിയ ഈഗോ ഉണ്ടായി എന്നതാണ് അജിത് കുമാറിനെ സംബന്ധിച്ച്. ആ കേസ് താൻ വഴി മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നൊരു തോന്നലുണ്ടായിരുന്നു എന്ന ചില പ്രതീതിയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഏതായിരുന്നാലും വിജയനെ അന്ന് സസ്പെൻഡ് ചെയ്തപ്പോൾ വിജയന് നഷ്ടമായത് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് തൊട്ട് മുമ്പിൽ ADGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള ഒരു സമയമായിരുന്നു. ആ അവസരം നഷ്ടപ്പെട്ടിരുന്നു. പിന്നീടാണ് അദ്ദേഹം ADGP ആയത്. ഇപ്പോൾ അന്ന് അജിത് കുമാർ ഏത് പോസ്റ്റിലാണോ വന്നത് ആ ഒരു പോസ്റ്റിലേക്ക്, ADGP ലോ ആൻഡ് ഓർഡർ പോസ്റ്റിലേക്ക് വിജയൻ എത്തുകയും ഇതേ അജിത് കുമാർ DGP സ്ഥാനക്കയറ്റം കയറാൻ നിൽക്കുമ്പോൾ ഈ മർദ്ദനത്തിൻ്റെ പേരിൽ സസ്പെൻഷനിലാവുകയും അദ്ദേഹത്തിൻ്റെ DGP സ്ഥാനം നഷ്ടമാവുകയും ചെയ്യുന്നു. അങ്ങനെ കാലത്തിൻ്റെ കാവ്യനീതി എന്നൊരു കാര്യം പോലീസ് സേനയ്ക്കകത്ത് ഇപ്പോൾ അംഗങ്ങൾ പറയുന്നുമുണ്ട്. അഭിലാഷ്, യെസ്, ADGP MR അജിത് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. അന്വേഷണ സംഘത്തെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു, ചില മാറ്റങ്ങൾക്ക് നിർദ്ദേശിക്കുന്നു. അതുപ്രകാരം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെ പറ്റിയൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് പോലും ഉദ്യോഗസ്ഥർ പഴി കേൾക്കേണ്ടി വന്ന സാഹചര്യം. ഇങ്ങനെ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഒരു സസ്പെൻഷൻ ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നതാണ്. DGP എന്ന നിലയിൽ അജിത് കുമാറിൻ്റെ വഴിയടയുന്നു എന്നുകൂടിയാണ് ഈ സസ്പെൻഷൻ ഉത്തരവിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.